ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവിലും വ്യത്യസ്തമായി ജർമ്മനിയിലുള്ള ഒരു വിനായക ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ പേര് ശ്രീ നവശക്തി വിനായകാലയം എന്നാണ് കേട്ടോ. ഇത് മുൻഷൻ ഗ്ലാഡ്ബാഹിലാണുള്ളത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും ഏകദേശം 1.25 മണിക്കൂർ എടുക്കും നമുക്ക് അവിടേക്ക് പോകാനായിട്ട്. അപ്പോൾ ക്രിഫിൽഡിൽ നിന്ന് നമ്മൾ നേരെ ട്രെയിനിന് മുൻഷൻ ഗ്ലാഡ്ബാഹിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് ബസ്സിനാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ കൂടുതലും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. അല്ലാതെ നമുക്ക് അധികം അങ്ങനെ സ്ഥലത്തെക്കുറിച്ച് ആരും പറഞ്ഞു തരാനൊന്നുമില്ല. അപ്പം ഗൂഗിളിൽ ജസ്റ്റ് ലൊക്കേഷൻ നോക്കുക, നിയറസ്റ്റ് ആയിട്ടുള്ള ടെമ്പിളുകൾ നോക്കുക, എന്നിട്ട് നമ്മൾ ലൊക്കേഷൻ നോക്കി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് ഉള്ളിലേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയിൽ നിറയെ പാടങ്ങളൊക്കെയാണ്. നല്ല രസമാണ്. ശരിക്കും ഒരു ഗ്രാമപ്രദേശം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഏരിയയിലാണ് ഈ ഒരു ടെമ്പിൾ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൽ എത്തിയപ്പോഴത്തേക്കിനും ഉച്ച കഴിഞ്ഞൊരു 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇവിടെ പൂജ വൈകിട്ടാണുള്ളത്. ഇപ്പോൾ രാവിലത്തെയും അതുപോലെ ഉച്ചക്കത്തെയൊക്കെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ടെമ്പിൾ ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഞങ്ങൾ കയറി അകത്തൂടെയൊക്കെ ഒന്ന് തൊഴുത് ഒന്ന് അമ്പലമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. കണ്ടതിന് ശേഷം അവിടെ ഓൾറെഡി കുറേ ആൾക്കാരുണ്ട്, അവിടെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു കാപ്പി റെഡി ആയിട്ടുണ്ട്, വന്ന് കാപ്പി കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും അമ്പലത്തിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ജർമ്മനിയിൽ ഏതൊരു ടെമ്പിളിൽ ചെന്നാലും നമുക്കൊരിക്കലും വിശന്നിരിക്കേണ്ട വരാറില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലും ഒരു ആഹാരം അവിടെ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാവും. ഉച്ച സമയമാണെങ്കിൽ ചോറുണ്ടാവും, കറികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ജർമ്മനിയിൽ ഒരു 3-4 ടെമ്പിൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഒരിക്കലും വിശന്നിരിക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മളങ്ങനെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ടെമ്പിളിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും ഇവിടെ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുവാണ്. അതായത് ഇവിടുത്തെ ദീപാരാധനയ്ക്ക് മുന്നായിട്ട് ഒരു ഫാമിലി ഇവിടേക്ക്, ഈ ഒരു അമ്പലത്തിലേക്ക് ഗണപതിയുടെ വാഹനമായ മൂഷികനെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു വിഗ്രഹത്തെ ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെ നമ്മൾ പുണ്യാഹമൊക്കെ തളിച്ച് ശുദ്ധീകരിച്ച് ഭഗവാന്റെ ആ ഒരു ശ്രീകോവിലിന് ചുറ്റും വലമൊക്കെ വെച്ചിട്ട് അവിടെ എന്താ പറയുന്നത്, സമർപ്പിക്കാൻ വേണ്ടി അവർ ഒരുക്കി നിർത്തിയേക്കുവാണ്. അപ്പം ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ വിഗ്രഹത്തെ നമ്മൾ എഴുന്നള്ളത്തിനായിട്ട് ശ്രീകോവിലിൽ നിന്നെടുത്ത് ഈ ഒരു മൂഷികൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ശ്രീകോവിലിന് ചുറ്റും 3 വട്ടം വലം വെച്ച് ഭഗവാന് ഈ ഒരു വാഹനത്തെ ഇവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഇവിടെ ഇപ്പോൾ വൈകിട്ടത്തെ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ അർച്ചനയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 യൂറോയായിരുന്നു. ഞങ്ങളെല്ലാവരുടെയും പേരും നാളും ഒക്കെ എഴുതി കൊടുത്ത് അങ്ങനെ അവിടെ അർച്ചന കഴിച്ചു. അപ്പോൾ അർച്ചനയുടെ പ്രസാദവും കാര്യങ്ങളൊക്കെ നമുക്ക് അർച്ചനയ്ക്ക് ശേഷം നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇനി ആ ഒരു എന്താ പറയുന്ന ചടങ്ങുകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠയെന്ന് പറയുന്നത് ഗണപതിയാണ്. അപ്പോൾ ഗണപതിയെ കൂടാതെ തന്നെ ശിവനും പാർവതിയും അതുപോലെ ദേവി, മഹാവിഷ്ണു, ലക്ഷ്മി ദേവി, സരസ്വതി, നാഗദൈവങ്ങൾ, നവഗ്രഹങ്ങൾ, അങ്ങനെ ഓരോരോ പ്രതിഷ്ഠകളും ഈ മെയിൻ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ മെയിൻ ശ്രീകോവിലിന് ചുറ്റുമായിട്ട് ചെറിയ ചെറിയ ശ്രീകോവിലുകളിലായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ആ ഒരു ശ്രീകോവിൽ ഈ ഒരു ഇതിനകത്തായിട്ടല്ല കാണുന്നത്, വെളിയിലായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം അവിടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ളപ്പോൾ ഒരുപാട് നേരം അവിടെ ഞങ്ങൾ നിന്നില്ല, അകത്തേക്ക് കയറിപ്പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല.
ഈ ഒരു അമ്പലത്തിൻ്റെ നിർമ്മിതിയൊക്കെ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ നിർമ്മിതികളും വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് തമിഴ് സ്റ്റൈലിലുള്ള ഒരു അമ്പലങ്ങളൊക്കെ കാണുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ വെള്ളിയും ഗോൾഡും ചേരുന്ന ഒരു കളറാണ് ഈ ടെമ്പിളിന് കൊടുത്തിരിക്കുന്നത്. അത് കാണാനായിട്ട് നേരിൽ കാണുമ്പോൾ ഇതിനെക്കാട്ടി മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടെ വീഡിയോയിൽ പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ ഈ ഒരു വീഡിയോ അവരുടെ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ കാണാമല്ലോ ഇവിടുത്തെ കാഴ്ചകളെന്ന് വിചാരിച്ചിട്ട് മാത്രം നമ്മൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അങ്ങനെ ഭഗവാനെ മൂഷികൻ്റെ മുകളിൽ ഇരുത്തിക്കൊണ്ടുള്ള നമ്മുടെ ശ്രീകോവിലിന് ചുറ്റുമുള്ള വലം വെക്കലും ആ ഒരു എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടേക്ക് ഈ ഒരു മൂഷികനെ സമർപ്പിച്ച പോലെ തന്നെ വേറെയും കുറേ രൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ആരാണോ ഇത് സംഭാവന ചെയ്ത് അവരിവിടേക്ക് വരുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്ത് ഭഗവാൻ ഇത് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.